ഈ ബിസിനസ് തുടങ്ങുന്നു എന്ന് പറഞ്ഞ സമയത്ത്, അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, MBA കഴിഞ്ഞു. MBA കഴിഞ്ഞ് ഞാൻ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എന്തായിരുന്നു വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെയും? വീട്ടുകാർ നല്ല രീതിയിൽ എതിർപ്പാണ്. കാര്യം അവർക്ക് ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം അവർ എല്ലാവരും ഇങ്ങനെ ജോലി ചെയ്യുന്നു. ഡാഡി ഒന്നാമത് ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു. അപ്പം അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഒരാളെ ബിസിനസ് ചെയ്യാന്ന് പറയണത്. കാര്യം അവർക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു പറയാമോന്നറിയില്ല. ചില കാര്യങ്ങൾ ഈ പറയണ പോലെ നമുക്ക് അനുകൂലമായിട്ട് വരുമെന്ന് പറയുമല്ലോ. ഇപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ ജാതകം കൊണ്ട് ഒരു ജ്യോത്സ്യനെ കാണിച്ചു. ആ ജ്യോത്സ്യൻ കാണിച്ചതിന് ശേഷം ജ്യോത്സ്യൻ പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഇവ ബിസിനസ്സേ ചെയ്യുള്ളൂ. അങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി ഇവര്. അത് തീർച്ചയായിട്ടും പുള്ളിയാണ്. അപ്പൊ നമുക്ക് പറയില്ല ഈ ജ്യോത്സ്യമൊക്കെ ചിലര് പറയും അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയും. പക്ഷെ എനിക്കിത് ഭയങ്കര അനുഗ്രഹമായിട്ടാണ് വന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഫാക്ടറായിരുന്നു എനിക്ക് ഇവർ സമ്മതിക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ KFC ലോൺ എടുത്ത് ഈ പലിശരഹിത വായ്പയൊക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി. അതെ. ഇപ്പം അച്ഛനമ്മയൊക്കെ എന്ത് പറയുന്നു? ഇപ്പം അവർ ഹാപ്പിയാണ്. കാര്യം പ്രൗഡാണല്ലോ. കാര്യം നമ്മൾ വിജയിച്ച് കാണിച്ചു. കാര്യം നമ്മളൊരിക്കലും ഒരു മോശമാക്കിയില്ല. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. നല്ലത് തന്നെയാണ്. ഈ ബിസിനസ്സിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഇത് തന്നെയാണ്. കാരണം പലരും പല ബിസിനസ്സുകളും തുടങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് തുടങ്ങും, പിന്നെ ഇൻസ്പയർഡായിട്ട് തുടങ്ങും. പക്ഷേ എല്ലാവർക്കും അത് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. ബിസിനസ് ചെയ്ത് നഷ്ടം ഉണ്ടായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ബിസിനസ് ചെയ്ത് ഫ്ലോപ്പായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. കടം കയറി ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അത് ഈ ബിസിനസ്സിൻ്റെ വലിയൊരു പാഠമാണ്. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വൻ സാധ്യതയാണ്. നമുക്ക് ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കൊരു നിശ്ചിത തുക ഒരു മാസം സേഫായിട്ട് കിട്ടും എന്നുള്ളതാണ്, സ്ഥിരതയുള്ള ജോലിയാണെങ്കിൽ. പക്ഷേ ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ, നിങ്ങൾ എത്രത്തോളം സ്മാർട്ടായിരിക്കുന്നോ, അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്തിക്കൊണ്ടു പോകാനും അവിടെ ഒരു n നമ്പർ ഓഫ് മണി ഏൺ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നൊരു കാര്യമാണ് ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് അത് ശരിയാണ്. കാര്യം ഞാൻ പറയാമല്ലോ, പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരെന്നുള്ള രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടൈം ഫ്രീഡം ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ എനിക്ക് ഈ സെയിൽസ് എനിക്ക് ഭയങ്കര ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സംസാരിച്ച് കസ്റ്റമറായിട്ട് കൺവിൻസ് ചെയ്ത് അയാൾ വണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം കളിക്കണ പോലെയാണ് എനിക്ക് തോന്നാറുണ്ട്. അത് വലിയൊരു രസമാണത്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു, പക്ഷേ ഭൂരിഭാഗം പേരും ഇതിനെ ഒരു ചിട്ടയായിട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിനോട് കൂടി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബിസിനസ് അടിപൊളി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ എപ്പോഴും ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാര്യം നമുക്ക് ഈ ടൈം ലിവറേജ് കിട്ടുന്ന എപ്പോഴും അങ്ങനെയാണല്ലോ. കാര്യം വേറുള്ളവർ കാര്യം അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിനകത്ത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ ഒരു പണി ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ഒരു പണി ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ളൊരു കാര്യമായിട്ടുള്ളത് തോന്നാറുണ്ട്. ശരിയാണ്. അപ്പോൾ അത് ചെയ്യിപ്പിക്കാൻ പറ്റിയ അത് പണി ഒരു 10 പേരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയ അവരുടെ ആ ടൈം കൂടി നമുക്ക് കിട്ടിയാണല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു സംരംഭകനായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്രയോ നമുക്ക് തന്നെ എത്ര സ്റ്റാഫ്സ് ഉണ്ട്. അപ്പോൾ കൂടാതെ നമ്മുടെ ഫ്രാഞ്ചൈസികളിൽ എത്ര സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇതുകൊണ്ട് ഏൺ ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ ഫ്രാഞ്ചൈസി ആയിട്ടാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ? ഞങ്ങൾ ഇത്രയും നാളും ഫ്രാഞ്ചൈസീസാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു പുതിയ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫോക്കോ മോഡലിലാണ് ഇനി ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോണത്. അതായത് ഫുൾ സെയിൽസും മാർക്കറ്റിങ്ങും ഓപ്പറേഷൻസും ഒക്കെ ഞങ്ങളായിരിക്കും മാനേജ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അതായത് ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് നമ്മൾ മേടിക്കുക. അപ്പോൾ അവർക്ക് ഒരു 15 to 25 lakhs അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈവൻ ബിൽഡിംഗ് കാണുന്നത് തൊട്ട് എല്ലാം ഞങ്ങളായിരിക്കും മാനേജ് ചെയ്യുക. നമ്മളൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇനോഗ്രേഷൻ വരെയുള്ള കാര്യങ്ങൾ അവർ ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കി ഫുള്ള് നമ്മളായിരിക്കും ഓപ്പറേഷൻസ് മാനേജ് ചെയ്യണത്. എന്നിട്ട് നമുക്കൊരു ഇതുണ്ട്, ഇത്ര പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കും, ഇത്ര പെർസെൻറ്റേജ് നമ്മളെടുക്കും. നമ്മൾക്ക് ഫുൾ കൺട്രോൾ ഉണ്ടാവും. അപ്പം ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മേഖലയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഈവൻ നമ്മളുടെ ബ്രാൻഡിനെ എടുക്കുന്ന പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മളുടെ ഒരു കൾച്ചറാണല്ലോ ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബ്രാൻഡിൽ നിന്ന് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പോണതിലും ഭയങ്കര ശ്രദ്ധ വേണമെന്ന് നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ എല്ലാം ചെയ്യാമെന്നുള്ള രീതിയിൽ ഇൻവെസ്റ്ററായിട്ട് മാത്രം വരാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാൽഗറി എന്ന് പറഞ്ഞൊരു 12 വർഷമായിട്ടുള്ള ബ്രാൻഡാണ്. നമുക്കാണെങ്കിൽ ഇപ്പോൾ എവിടെയൊക്കെയുണ്ട് കാൽഗറി?
ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പോൾ കൊച്ചിയിലുണ്ട്, അത് കൂടാതെ 4 സ്ഥലങ്ങളിലാണുള്ളത്. മലപ്പുറം, കോയമ്പത്തൂർ, മംഗലാപുരം, ട്രിവാൻഡ്രം. ഇനി ഞങ്ങളല്ലാതെ വേറെ സ്ഥലങ്ങളിലോട്ട് വരാൻ പോവുകയാണ്. ഓൾറെഡി കുറച്ച് പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആ രീതിയിൽ കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി, അതാണ് ഏറ്റവും നല്ലൊരു പരിപാടി അല്ലേ? അതെ തീർച്ചയായിട്ടും. പതുക്കെ പതുക്കെ. പതുക്കെയാണോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ പറയില്ല. സ്ലോ ആൻഡ് സ്റ്റഡിനെക്കാട്ടിലും ഫാസ്റ്റ് ആൻഡ് സ്റ്റഡിയുടെ കാലഘട്ടമായി മാറിയെന്ന് തോന്നുന്നു ഇപ്പോൾ. ആണോ? ഓക്കെ. ആണ്. കാര്യം ഞങ്ങൾ അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പുറത്തുനിന്ന് മേടിക്കുന്നത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പുറത്തുനിന്ന് മേടിക്കുന്നത്. ഓക്കെ. അത് പക്ഷേ വെൽ എക്യുപ്ഡ് ആയിരിക്കണം. നമുക്ക് ഇത്രയും 12 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്.